വാദം കേൾക്കലിൽ ആവശ്യമെങ്കിൽ SIR പ്രക്രിയയ്ക്കായി അധികമായി സിവിൽ ജഡ്ജിമാരെ നിയോഗിക്കാൻ സുപ്രീംകോടതി കൊൽക്കത്ത ചീഫ് ജസ്റ്റിസിനോട് ഉത്തരവിട്ടു. കൂടുതൽ മനുഷ്യവിഭവശേഷി ആവശ്യമുണ്ടെങ്കിൽ കൊൽക്കത്ത ചീഫ് ജസ്റ്റിസിന് ഒഡീഷയിലെയും ജാർഖണ്ഡിലെയും തന്റെ സഹപ്രവർത്തകരോട് വെരിഫിക്കേഷൻ ജോലികൾക്കായി സേവനമനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ ജുഡീഷ്യൽ ഓഫീസർമാരെ നൽകാൻ അഭ്യർത്ഥിക്കാമെന്ന് സുപ്രീംകോടതി പറഞ്ഞു. സുപ്രീംകോടതി തന്റെ ആഗോള തീരുവകളുടെ ഒരു പരിധിക്കെതിരെ വിധിച്ചതിനെ തുടർന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ വ്യാപാര അജണ്ട പുനർനിർമ്മിക്കാൻ നീങ്ങിയതിനാൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് പുതിയ US തീരുവകൾ പ്രാബല്യത്തിൽ വന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വലുതും ഗുരുതരവുമായ പേയ്മെന്റ് ബാലൻസ് കമ്മി പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗമായി തുടക്കത്തിൽ 10% നിശ്ചയിച്ചിരുന്ന പുതിയ താരിഫുകൾ ന്യായീകരിക്കപ്പെടുന്നു എന്ന് വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കഴിഞ്ഞയാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന AI ഇംപാക്ട് ഉച്ചകോടിയിൽ AYC അംഗങ്ങളുടെ ഒരു സംഘം ഷർട്ട് ധരിക്കാതെ പ്രതിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉദയ് ഭാനു ചിബിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതോടെ കേസിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 8 ഡസൻ കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ച രാജ്യത്തെ ഏറ്റവും കൂടുതൽ തിരയപ്പെടുന്ന മയക്കുമരുന്ന് പ്രഭുവിന്റെ കൊലപാതകത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ഏറ്റുമുട്ടലുകൾ അടിച്ചമർത്താൻ മെക്സിക്കോ 10,000 സൈനികരെ വിന്യസിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടലിന്റെ നേതാവായ നെമസിയോ എൽമൻചോ ഒസെഗുവേര ജാലിസ്കോ സംസ്ഥാനത്തെ തബൽപ പട്ടണത്തിൽ സൈനികരുമായുണ്ടായ വെടിവെപ്പിൽ പരിക്കേറ്റു.